രോഹിത്, സത്യമേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ വരാം. അല്ല രോഹിത്, രോഹിത് ഇവിടെ നിന്നാ മതി. പൂജ നടക്കുമല്ലേ, ഞാൻ പോയിട്ട് വരാം. സത്യമേ, ബുദ്ധിമതിയായ ശാരദാമ്മയുടെ മോള. അവളുടെ ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഞാൻ ഒരാളെ നോക്കി വന്നതാ, പക്ഷെ കാണാൻ പറ്റില്ല. പരിചയമുള്ള ആളാണോ? നമ്മളെ പരിചയമുള്ള ആള്, പക്ഷെ നമുക്ക് പരിചയമുണ്ടോന്ന് നേരിട്ട് കണ്ടാലേ അറിയാവൂ. ദേ, അവിടെ ഹോമം തുടങ്ങി. മോളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് കുഞ്ഞേച്ചിയാ. സത്യാമ്മ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ എനിക്ക് വരാൻ പറ്റും? ഞാൻ വന്ന എന്നെ കണ്ട് സത്യാമ്മ അവിടെ നിന്നെങ്ങാനും ഇറങ്ങിപ്പോയ ചടങ്ങ് മൊത്തം അലങ്കോലാവില്ലേ? കുഞ്ഞേച്ചി അങ്ങനെയൊന്നും ഇറങ്ങി പോവില്ല. പപ്പിമോളുടെ കാര്യമായതുകൊണ്ട് സത്യാമ്മ എന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുക. ദേ, പപ്പിമോളുടെ പെറ്റമ്മ കെട്ടേണ്ട ചരടാ ഇത്. ഇത് കെട്ടേണ്ട അവകാശം കുഞ്ഞേച്ചിക്ക് മാത്രമുള്ളതാ. അത് ശരി. അപ്പൊ ഈ ചരട് ശാലിനിയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളം കുടിക്കാൻ പോകുന്നു പറഞ്ഞ് ഇവള് പോകുന്നത്. സത്യം പറഞ്ഞ ഇവളൊന്നും ഇവിടെ ജനിക്കേണ്ടവളേ അല്ല. കുഞ്ഞേച്ചി കൈ നീട്ടു കുഞ്ഞേച്ചി. അത് ക്ഷമ, നീ തന്നെ കെട്ടിയാ മതി. എന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതിയല്ലോ. പറ്റില്ല, നമ്മുടെ പപ്പിമോൾക്ക് വേണ്ടിയല്ലേ കെട്ടണം. കൈ കാട്ടി. ചരട് കെട്ടിക്കൊണ്ടുള്ള നിൽപ്പ് മാത്രമേ കാണൂ. ഈ ഹോമം ഞാൻ മുഴുമിപ്പിക്കില്ല. ഇനി മുഴുമിപ്പിച്ചാൽ തന്നെ ശാലിനിയെ കൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒന്നും ചെയ്യിക്കില്ല. വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞു പോയി ഇവളിത് എങ്ങോട്ടാ പോയത്? സ്വന്തം കൊച്ചിന്റെ പേരിലുള്ള ഹോമോ നടക്കുന്നത്. കൊച്ചിന്റെ ആയുസിന് വേണ്ടിയുള്ള ഹോമം. അവിടെ വന്ന് പ്രാർത്ഥിച്ചു നിൽക്കാതെ ഇവിടെ എവിടെ പോയി കിടക്കുക? കുഞ്ഞേച്ചി വരണം. ഈ ചടങ്ങിൽ കുഞ്ഞേച്ചി പങ്കെടുത്തെങ്കിലേ പപ്പിക്ക് അതിന്റെ ഫലം കിട്ടും. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. എനിക്ക് പോറ്റമ്മയാവാനേ പറ്റൂ. പെറ്റമ്മ എന്റെ കുഞ്ഞേച്ചിയല്ലേ. ഞാൻ 100 വിളി പപ്പിക്ക് വേണ്ടി ഈശ്വരനെ വിളിക്കുമ്പോ കുഞ്ഞേച്ചിയുടെ ഒറ്റ വിളി മതി. അതാ അമ്മ എന്ന സ്ഥാനം. ശരി, ചെല്ല, ഞാൻ വന്നോളാം. സമയമാകുമ്പോ ഞാൻ എത്തിക്കോളാം. നീ അങ്ങോട്ട് ചെല്ല. ഇല്ലെങ്കിൽ ഇപ്പൊ അവരാരെങ്കിലും ഇങ്ങോട്ട് തിരക്കി വരും. ഇവിടുത്തെ എവിടെ പോയി കിടക്കുക ഈ സമയത്ത്? ചെല്ല. അത് ശരി, വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് നീ അവിടുന്ന് പോന്നിട്ട് ഇവിടെ വന്ന് എന്നാലും പറഞ്ഞു നിൽക്കുകയാണോ? ഡി, നിന്റെ സ്വന്തം കൊച്ചിന് വേണ്ടിയുള്ള ഹോമം അവിടെ നടക്കുന്നത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഭഗവാനെ വിളിക്കേണ്ടത് നീ തന്നെയാ. ആ നീയാ ഇവളുടെ അടുത്ത് വന്ന് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സത്യമേ, അത് പിന്നെ എന്റെ അടുത്ത് ഹോ, നീയോ നശിച്ചു. ഇവളുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ എന്തിനാ ഇങ്ങനെ വന്ന് ഒഴുകിക്കെട്ടി നിൽക്കുന്നത്? ആട്ടിപ്പായിച്ചാലും പോയില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യ? മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും രാവിലെ തന്നെ. പാടിയിങ്ങോട്ടെ, പഴയല്ലേ പറഞ്ഞത്. വാ.
ആ പറയൂ മാഡം. ഞാനിപ്പോ ഒരു കോൾ വിളിക്കും. ട്രാക്കർ ഓൺ ആയിരിക്കണം. ഓക്കെ മാഡം, ഓക്കെ. അത് ശരി. അപ്പോ ബുദ്ധിപരമായിട്ടുള്ള അവളുടെ അടുത്ത നീക്കം നടത്തുകയാണ്. എടി ശാലിനി, നിന്റെ കളക്ടർ ബുദ്ധി നിന്റെ കയ്യിലിരിക്കട്ടെ. ഇതാള് വേറെ. കുറുക്കന് കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടെന്ന് പഴമക്കാര് പറയും. പക്ഷെ ആ കുറുക്കന് നൈറ്റ് ക്ലാസ് എടുത്തവളാ ഈ സുസ്മിത. നീ ആളെ വിട്ടുപിടി മോളെ. ആ മാഡം, പറയൂ. വിളിക്കുന്ന ആൾ ട്രാക്കർ ഓണാക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഫോൺ എടുക്കാത്തത്. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. ആള് പയറ്റി തെളിഞ്ഞ ക്രിമിനലാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫോൺ എടുക്കാനുള്ള സാധ്യത കുറവാണ് മാഡം. ശരി, നമുക്ക് നോക്കാം. ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ഇപ്പൊ പറയാം മാഡം. യെസ് മാഡം, അത് ആള് ആ ഭാഗത്ത് എവിടെയോ ഉണ്ട്. എന്റെ കൺമുന്നിൽ പെടാതെ എവിടെയാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്? ഭഗവാന്റെ മുന്നിൽ വന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച ഏതാഗ്രഹവും സാധിക്കുമെന്ന് ബിഗ് ഫ്രണ്ട് പറഞ്ഞു. എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. എല്ലാവരും അച്ഛൻ്റെ ഒപ്പം നടക്കുന്നത് കാണുമ്പോഴും ബൈക്കിൽ പോകുന്നത് കാണുമ്പോഴും ഈ സത്യമൊക്കെ എന്തോ ഒരു സങ്കടം ഉണ്ടെന്നറിയാമോ? പക്ഷെ ആരോടും പറയാറില്ല. എൻ്റെ സങ്കടം കേൾക്കാൻ ഇപ്പം ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്നോട് കരുണ കാണിക്കണേ. എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛൻ വരണം. എന്നെ മോളേന്ന് പറഞ്ഞ് വാരിയെടുക്കണം. എന്നിട്ട് ഈ ക്ഷേത്രമുറ്റത്ത് കൂടി അച്ഛൻ്റെ കൈയും പിടിച്ച് എനിക്ക് നടക്കണം. പാവ സത്യ. ഈ സങ്കടം കാണുമ്പോ എല്ലാം തുറന്നു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ ചേച്ചിയമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതുകൊണ്ട് പറയാനും പറ്റില്ലല്ലോ. എങ്ങനെയാ ഇവളുടെ ഈ സങ്കടം ഒന്ന് മാറ്റാ? ഏത് രീതിയിലാ ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കുക? ഭഗവാനെ, അങ്ങേക്ക് മുന്നിൽ തിരി തെളിയിച്ച് ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ പറയാൻ പോവുകയാ. ഇവിടെ തിരി തെളിയിച്ച് ഉള്ളിലെ ആഗ്രഹങ്ങൾ കണ്ണീരോടെ പറഞ്ഞ അത് സാധിച്ചു കിട്ടൂന്നാ പറഞ്ഞു കേട്ടത്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ വഴിപാട് ഇവിടെ ഇപ്പം ചെയ്യാൻ പോവുകയാ. ഭഗവാനെ, സർവേശ്വര, അപ്പൊ എനിക്കെൻ്റെ അച്ഛനെ കണ്ടെത്താൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ലേ എനിക്കിത് കത്തിക്കാൻ പറ്റാതായത്. എനിക്കറിയാം എൻ്റെ സങ്കടം മാറ്റാൻ സർവേശ്വരന് സാധിക്കില്ല എന്ന്. എൻ്റെ അച്ഛൻ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? ഇതുവരെ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. സത്യ കൂടുതൽ കൂടുതൽ സങ്കടത്തിലേക്ക് പോവാണല്ലോ ദൈവമേ. എങ്ങനെയാ ഇവളെ ഇതിൽ നിന്ന് രക്ഷിക്കുക? ഒരു വഴി പറഞ്ഞു തരണേ ഭഗവാനെ. ഇനി എന്റെ പ്രാർത്ഥന ശരിയാവാഞ്ഞിട്ടാണോ? എങ്കിൽ ഞാൻ അങ്ങയുടെ കാൽക്കൽ വീഴാം ഭഗവാനെ. ഭഗവാനെ, ഈശ്വര, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. എനിക്കെൻ്റെ അച്ഛനെ കണ്ടെത്തി തരണേ.
ഈ കൊച്ചിത് എവിടെ പോയി? കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞ അച്ഛനും കേൾക്കില്ല, അമ്മയും കേൾക്കില്ല. അതെങ്ങനെ? അവർക്ക് അവരുടെ കാര്യം നോക്കാൻ പോലും പറ്റുന്നില്ല, പിന്നല്ലേ കൊച്ചിന്റെ കാര്യം. ശ്ശേ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. പപ്പീനെ എവിടെ പോയി തപ്പാനാ? ഇപ്പൊ പറയാൻ പറ്റിയ അവസര. ഒരാളും കൂടെയില്ല, സത്യമ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ അവസരം. ശാലിനി, നീയും നിന്റെ അനിയത്തി ശ്യാമയും തീർന്നടി. ഇവിടെ ഇനി എവിടെ പോയി തപ്പൂ? ഇവക്ക് മുന്നിൽ വന്ന് ചാടാൻ കണ്ട നേരം. നിന്റെ മോളെന്തേ? സത്യ അപ്പുറത്തുണ്ട്. അവൾ ഒറ്റൊരുത്തിയ എന്റെ പപ്പിമോളെ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. പപ്പിമോളുടെ പേരിലുള്ള പൂജ ഇപ്പൊ നടക്കുന്നത്. അതിനാ പപ്പിമോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലാതെ നിന്റെ മകളുടെ കൂടെ കൂട്ടുകൂടി നടക്കാൻ വേണ്ടിയല്ല. അവര് രണ്ടുപേരും കൂടി ഒന്നിച്ചെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ ഇതിന്റെ പ്രാധാന്യവും മറ്റും. കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ ചടങ്ങ് മുടക്കാനല്ല നോക്കേണ്ടത്. സത്യാമ്മേ, പപ്പിമോള് ഞങ്ങളുടെയും മോള. അവളുടെ നല്ലതിന് വേണ്ടി അത് ചെയ്യുന്നതെന്ന് എനിക്കും അറിയാം, സത്യാമ്മയ്ക്കും അറിയാം. അപ്പൊ പിന്നെ ഞങ്ങളായിട്ടത് മുടക്കാൻ നോക്കൂ. പിന്നെ പപ്പി എന്റെ അനുജത്തിയുടെ കുട്ടിയാ, അത് സത്യാമ്മ ഓർക്കണം. എങ്കിലേ പോയി വിളിച്ചോണ്ട് വാ, എവിടെയാണെന്ന് വെച്ചാല്. അവിടെ ഹോമം നടക്കുന്ന സ്ഥലത്ത് എനിക്ക് എന്റെ കൊച്ചിനെ വേണം. ദേ, അങ്ങ് കൊണ്ടുവന്നേക്കണം. എന്നെ ഇനി നടത്തിച്ചേക്കരുത്. വിളക്ക് കത്തിക്കാതെ സത്യ പ്രാർത്ഥന അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോമം നടക്കുന്ന സ്ഥലത്ത് എന്നെ കണ്ടില്ലെങ്കിൽ അവരെന്നെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യും. സത്യ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാനും പറ്റില്ല. ഭഗവാനെ, ഇനി എന്നെ പരീക്ഷിക്കരുതേ. ഇത്രയും പ്രാർത്ഥനകൾ ഞാൻ നടത്തിയതല്ലേ, എന്നോട് കനിവുണ്ടാവണേ. അയ്യോ, കെട്ടല്ലോ. എനിക്ക് മനസ്സിലായി, എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ കാണാൻ വരില്ല. വരണമെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ വേണ്ടേ? അത് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത്രയും നാളായിട്ടും വരാത്തൊരാൾ ഇനി വരുമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു, പ്രാർത്ഥിക്കാനും പാടില്ലായിരുന്നു, ഭഗവാനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ലായിരുന്നു. ഭഗവാനെ മാപ്പ്. അച്ഛനെ കാണണം, മിണ്ടണം, ഒപ്പം നടക്കണം, ബൈക്കിൽ ഈ നാട് മുഴുവൻ കറങ്ങണം എന്നുള്ള എല്ലാ മോഹങ്ങളും സത്യമോള് വേണ്ടെന്ന് വയ്ക്കുക. എനിക്ക് മനസ്സിലായി, എന്നെ എൻ്റെ അച്ഛന് വേണ്ട. അതുകൊണ്ടല്ലേ ഈ വിളക്ക് കത്താത്തത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കത്തുന്നതാ. എങ്ങനെയാ ഈ വിളക്കൊന്ന് കത്തിക്കാൻ പറ്റുന്നത്? ഇത് കത്തിയ സത്യയുടെ സങ്കടം മാറുമെന്നാ തോന്നുന്നത്. ഇനി ഞാൻ ഭഗവാനെ ബുദ്ധിമുട്ടിക്കില്ല. എന്നോട് പൊറുക്കണേ ഭഗവാനെ. സങ്കടപ്പെട്ടാണ് സത്യമോള് പോകുന്നത്. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ.
സത്യക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഭഗവാനെ. ഞാൻ ഒന്നും കൂടി ഒന്ന് കത്തിച്ചു നോക്കട്ടെ. കർപ്പൂരം വെച്ചതിരി വേഗം കത്തിപ്പിടിക്കണേ ഭഗവാനെ. ഭഗവാനെ, തിരി കത്തി. അപ്പ എൻ്റെ അച്ഛൻ വരുമല്ലോ. എന്നെ കാണാൻ എൻ്റെ അച്ഛൻ വരുമല്ലേ. എനിക്കത് മതി. എനിക്കത് മാത്രം മതി. എനിക്കെൻ്റെ അച്ഛനെ കണ്ടാൽ മാത്രം മതി. ഈശ്വര, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടല്ലോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പപ്പി, പപ്പി, ഡി, ഇവിടെ പാടി. എങ്ങോട്ട് പോയിരിക്കായിരുന്നടി ഇത്ര നേരം? അപ്പുറത്ത് തൊഴാൻ പോയതാ. നോണ പറയുന്നു. നീ ആ സത്യയുടെ കൂടെ കറങ്ങി നടക്കല്ലായിരുന്നോ? കറങ്ങി നടക്കുന്ന അല്ലായിരുന്നു സത്യമ്മേ. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെയൊക്കെ തൊഴുത് നടക്കായിരുന്നു. ഇനി എന്നോട് പറയാതെ ഒരിടത്തേക്കും പോയേക്കരുത്. നീ ഇനി ഇങ്ങനെ പോയി ഞാൻ പൂട്ടിയിടും. മനസ്സിലായോ? ഇങ്ങോട്ട് വാ. ചേച്ചിയമ്മേ, ഇവളെന്താ ഇവിടെ? സത്യമേ, ആ, ഒരു മംഗളകർമ്മല്ലേ? വേണ്ട. കൊച്ചിന്റെ യഥാർത്ഥ അമ്മ ഇങ്ങനെ തോണും ചാരി നിൽക്കത്തേ ഉള്ളൂ. ആ സ്ഥാനത്ത് നിന്ന് ഒരു പുഷ്പം പോലും ഇടാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ലടി. ഇതെന്റെ ഒരു വാശിയാ. ഇത്രയും കാലം നീയൊക്കെ മൂടി വെച്ച സത്യങ്ങൾ എത്ര പേരെയാ നീ നിന്റെ അനിയത്തിയും കൂടെ വിട്ടികളാക്കിയത്. ഇത്രയും തന്ത്രശാലിയായ സത്യഭാമയെ പോലും നീയൊക്കെ പറ്റിച്ച് കുപ്പിക്കകത്താക്കിയില്ലേ. ശ്യാമ, അവള് പഠിച്ച കള്ളിയാ. ഇപ്പം നിന്ന് ഒരുങ്ങുന്നത് കണ്ടോ? ചെയ്ത തെറ്റുകൾക്ക് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാവുന്നു അവൾ ഓർത്തില്ല. എങ്ങനെയാ ഈശ്വര ഈ ചടങ്ങുകൾക്ക് എൻ്റെ കുഞ്ഞേച്ചിയെ ഞാൻ പങ്കെടുപ്പിക്കുന്നത്? കുഞ്ഞേച്ചിയുടെ സാന്നിധ്യമില്ലാതെ ഈ ഹോമം അവസാനിച്ച ആ കുറ്റബോധത്തിൽ ഞാൻ ഇല്ലാതാവും, ഉറപ്പ്. ഈശ്വര, എൻ്റെ കുഞ്ഞേച്ചിക്ക് ഈ ഹോമത്തിൽ പങ്കെടുക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തരണേ. ഹോമത്തിൻ്റെ ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങ്. കുട്ടിയുടെ അമ്മ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എനിക്കും എൻ്റെ തലമുറകൾക്കും ബാധകമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടുവസ്ത്രം ഇവിടെ സമർപ്പിക്കണം.
ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സാക്ഷാൽ പാർവതീ ദേവിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള അപേക്ഷ തന്നെയാണ് ഈ പട്ടുവസ്ത്രം. ഇത് കുട്ടിയുടെ അമ്മ തന്നെ സമർപ്പിക്കണം.